ജിൻഡോ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം അല്പം മുമ്പ് കഴിഞ്ഞതേയുള്ളൂ, അങ്ങ് കണ്ടിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. കഴിഞ്ഞ ദിവസം AK ബാലൻ നടത്തിയ പ്രതികരണം UDF ആണ് ആ ഭരണത്തിലേറുന്നതെങ്കിൽ ആഭ്യന്തരം ജമാഅത്തെ ഇസ്ലാമിക്കായിരിക്കും എന്ന് പറയുകയായിരുന്നു. ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറി പാർട്ടി നിലപാട് പാർട്ടിയാണ് പറയുക എന്ന് കുറച്ച് കടുപ്പിച്ചാണ് പ്രതികരിച്ചത്. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് വളരെ വിശദമായി തന്നെ ഇതിൽ പ്രതികരിക്കുന്നു. അതിൽ മാറാടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോൾ ഓർമ്മിക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? അല്ല, ഞാൻ മുഖ്യമന്ത്രി AK ബാലനെ പിന്തുണച്ച സ്ഥിതിക്ക് അത് അവരുടെ പാർട്ടിയുടെ നിലപാട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണമല്ലോ. ഈ സർക്കാരിന്റെ മുന്നണിയുടെ നിലപാടായിരിക്കണമല്ലോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിന്തുണയ്ക്കില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആണ് അമിത്ഷാ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പല്ല, കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് അമിത്ഷാ പറഞ്ഞത് തൊട്ടപ്പുറത്ത് കേരളം ഉണ്ടെന്ന്. അപ്പം അന്ന് നമ്മളെല്ലാവരും ഒന്നായിട്ടാണ് എതിർത്തത്. ആ എതിർക്കുന്ന കൂട്ടത്തിൽ CPM ഉണ്ടായിരുന്നു. കേരളം മതനിരപേക്ഷമായിട്ടുള്ളൊരു കേരളമുള്ളത് BJPക്ക് ഭീഷണിയാണ് എന്നുള്ള രീതിയിലാണ് അന്ന് പറഞ്ഞത്. ഇന്നിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. കേരളത്തിലെ പെൻഷൻ മുടങ്ങുന്നത്, റേഷൻ മുടങ്ങുന്നത്, കറണ്ട് ചാർജ് വർദ്ധിക്കുന്നത്, ആളുകളുടെ ജീവിത നിലവാരത്തിന്, അതായത് വിലക്കയറ്റം ഉണ്ടാകുന്നത്, ജീവിത നിലവാരം മെച്ചപ്പെടാതെ പോകുന്നത്, ആളുകൾ വലിയ പ്രയാസത്തിലും ദുരിതത്തിലും ആകുന്നതിൻ്റെ ഒക്കെ കാരണം ജമാഅത്തെ ഇസ്ലാമിയാണ്. കുറെ കാലം മുമ്പ് പറഞ്ഞത് അമേരിക്കൻ സാമ്രാജ്യത്വം എന്നാണ്. ഇവർക്ക് പറയാൻ ഒരു പോയിന്റ് ഓഫ് എനിമി വേണം. ഈ സർക്കാരിന്റെ പരാജയമാണ് ഇത് സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി അവകാശപ്പെടുന്ന 110 സീറ്റ് ഇവർക്ക് കിട്ടുമെന്നൊക്കെയാണല്ലോ ഇവർ അവകാശപ്പെടുന്നത്. 9.5 കൊല്ലം ഭരിച്ച ഒരു സർക്കാർ അവരുടെ വിജയത്തിന് ഇനി വിജയിക്കാൻ പോകുന്നതിന് കാരണമായിട്ട് വികസന നേട്ടങ്ങൾ എണ്ണി പറയുന്നതിന് പകരം ജമാഅത്തെ ഇസ്ലാമിയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയും. ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്നില്ല. ഇനി AK ബാലൻ പറഞ്ഞതുപോലെയാണെങ്കിൽ UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്ന് പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് എന്താണ് കുഴപ്പം എന്നിവർ പറയണം. 10-30 വർഷക്കാലം ഇവരോടൊപ്പം ഉണ്ടായിരുന്നാണ് ജമാഅത്തെ ഇസ്ലാമി. അന്നില്ലാത്ത എന്ത് കുഴപ്പമാണ് ഇന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് ഉള്ളത്? അത് ഇവർ പറയണം. 30 വർഷക്കാലം ഇവർ ഒന്നും പഠിക്കാതെ യാതൊരു വിവരവും ഇല്ലാതെയാണോ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചത്, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയത്, പിന്തുണ വാങ്ങിയത്? പിണറായി വിജയൻ തന്നെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അത് എൻഡോഴ്സ് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത് കൂടിയാണ്. നമ്മുടെ മുമ്പിൽ വിവരങ്ങളും തെളിവുകളും ഉള്ളതാണ്. അപ്പൊ അന്നില്ലാത്ത എന്ത് കുഴപ്പം ഇന്ന് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഇവർ പറയണം. ഇനി UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ഭരിക്കും, ആഭ്യന്തര വകുപ്പ് ഭരിക്കും എന്ന് പറയുന്നത് അത് ഒരു തരത്തിലുള്ള വർഗീയ ധ്രുവീകരണ ലക്ഷ്യമാണ്. അത് പറയുമ്പോൾ ഭയക്കാൻ ആരായിരിക്കും ഭയക്കാൻ ഇടയുണ്ടാകുക? ആ ഭയക്കാൻ ഇടയുള്ള ആളുകളുടെ പിന്തുണ ആർക്ക് കിട്ടണം? അത് പിണറായി വിജയന് കിട്ടണം, ആ പാർട്ടിക്ക് കിട്ടണം. അതിന്റെ അർത്ഥം വർഗീയ ധ്രുവീകരണത്തിലൂടെ അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറുക്കു വഴി മാത്രമാണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം സ്മൃതി, ഒറ്റ MLA പോലും ഇല്ലാതെ ആഭ്യന്തര വകുപ്പ് RSS ഭരിക്കുന്നതാണ് കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ. കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് വകുപ്പ് ഏറ്റവും മോശപ്പെട്ട വകുപ്പ് ഏതാണെന്നുള്ളൊരു സർവേ നടത്തിയാൽ ജനങ്ങൾ ആദ്യം വോട്ട് ചെയ്ത് 1ാം സ്ഥാനത്തെ മോശപ്പെട്ട വകുപ്പ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി നയിക്കുന്ന ആഭ്യന്തര വകുപ്പിനെ കുറിച്ചിട്ടായിരിക്കും. ഓരോ ദിവസവും വരുന്ന വാർത്തകൾ, ഏതെങ്കിലും ഒരു പോലീസുകാരൻ വർഷത്തിലൊരിക്കൽ ഏതെങ്കിലും ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതോ, ഒരു പോലീസുകാരി ഒരു കുഞ്ഞിന് പാല് കൊടുക്കുന്ന വാർത്തയൊക്കെ കണ്ടാൽ നമ്മൾ അതിനെ വല്ലാതെ കൊട്ടിഘോഷിക്കുന്ന രീതിയിൽ, ആഘോഷിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറി. കാരണം വല്ലപ്പോഴും ഇത്തരത്തിലൊരു നല്ല വാർത്ത കേൾക്കുകയാണ്. അതിനപ്പുറത്തേക്ക് സംഘപരിവാർ വൽകൃതമായിട്ടുള്ള RSS വൽകൃതമായിട്ടുള്ള ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്നത് പിണറായി വിജയനാണ്. ആ പിണറായി വിജയൻ കേരളം ഭരിക്കുന്ന സമയത്താണ് ഇവർ പറയുന്നത് UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്ന്. എനിക്കതിന്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിന്റെ ഒരു ശത്രുവായിട്ട് ഞാൻ കാണുന്നില്ല, കോൺഗ്രസ് കാണുന്നില്ല. ഇതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ 9.5 കൊല്ലക്കാലം കേരളം ഭരിച്ച സർക്കാർ ജമാഅത്തെ ഇസ്ലാമിയാണോ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കട്ടുകടത്തിയത്? കട്ടളപ്പടിയും ദ്വാരപാലക ശില്പം അടക്കം കട്ടുകടത്തി എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണോ? അത് സഖാക്കന്മാരല്ലേ? പത്മകുമാർ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമല്ലേ? ഇന്നിപ്പോ റെജി ലൂക്കോസ് BJPയിലേക്ക് പോയി. ഞാൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചോയ്സിനെ ഒരിക്കലും എതിർക്കുന്ന ആളല്ല. ആർക്ക് വേണമെങ്കിലും ഏത് പാർട്ടിയിലും ചേർന്ന് പ്രവർത്തിക്കാം, പ്രത്യയശാസ്ത്രത്തിൽ മാറാം, അതൊക്കെ ഇഷ്ടമാണ്. 2 ദിവസം മുമ്പ് വരെ പിണറായി വിജയന് വേണ്ടിയിട്ട് വലിയ വായിൽ പ്രഖ്യാപനങ്ങൾ നടത്തിയ ഒരാളാണ് റെജി ലൂക്കോസ്. അദ്ദേഹം എത്ര പെട്ടെന്ന് BJP ആയത്? അപ്പൊ അങ്ങനെ BJP ആകുന്നത് ഇവര് ഇത്തരം ചില ന്യായീകരണ തൊഴിലാളികളുടെ തോളത്തിരുന്നു കൊണ്ടാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ CPMന്റെ ഒരു സാധാരണ സഖാവിന് ഉത്തരം മുട്ടുന്ന ചില ചോദ്യങ്ങളുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കടത്തി അവരെ 6 വർഷക്കാലം എന്തിന് ഈ സർക്കാർ പോറ്റി വളർത്തി? ഈ പോറ്റി അടക്കമുള്ള ആളുകളെ സംരക്ഷിച്ചത് ഈ സർക്കാരല്ലേ? പത്മകുമാർ ജയിലിലും ജില്ലാ കമ്മിറ്റിയിൽ ഒരുപോലെ തുടരുന്നത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയ മാസപ്പടിയിൽ ഒരു സഖാവിന് എന്തുകൊണ്ട് ഉത്തരം പറയാൻ പറ്റാതെ വരുന്നു? ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിജയനാണ്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പാർട്ടി തരം താഴ്ന്നുപോയി. അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏതെങ്കിലും ഒക്കെ സംഘടനകളുടെ ചുമലിൽ കെട്ടിവെക്കുന്നതിന് പകരം 9.5 വർഷക്കാലം
തങ്ങൾ കേരളം ഭരിച്ചിട്ട്, പിണറായി വിജയൻ കേരളം ഭരിച്ചിട്ട് അതിനു മുമ്പുണ്ടായതിനേക്കാൾ ജീവിത നിലവാരത്തിൽ എന്ത് വ്യത്യാസം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായി എന്ന് പറയണം. അത് പറയാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടോ? പറയാൻ സാധിക്കാതെ വരുമ്പോഴാണ് എളുപ്പ വഴിയിലൂടെ സാങ്കല്പിക ശത്രുക്കളെ സൃഷ്ടിച്ചുകൊണ്ട് പുതിയ കുറെ നരേറ്റീവുകൾ സൃഷ്ടിക്കുന്നത്. വല്ലാത്ത നാണം കെട്ട വാദമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. ഞങ്ങൾ പൂർണ്ണ ബോധ്യത്തോടെ പറയുന്നു, ഞങ്ങളുടെ പ്രവർത്തനം ഈ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിപക്ഷ സമരങ്ങളുടെ വിജയം, അതോടൊപ്പം തന്നെ ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ ലെഫ്റ്റ് പൊസിഷൻ എന്ന് ചിന്തിക്കുന്ന ഇടതുപക്ഷം, യഥാർത്ഥ ഇടതുപക്ഷവും ഞങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ളത്. ശരി. Debate with Smriti Parithikar.